ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കോയമ്പത്തൂരിലെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. വെളുപ്പിന് 6:15 കൂടിയാട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ജോക്കുട്ടൻ്റെ കോട്ടും സൂട്ടും ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൂടി ഡിക്കിയിലാക്കി എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ ഒരു 6:15 കൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ജോക്കൂട്ടിന് ഇറങ്ങിയപ്പോൾ വലിയ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നില്ല, പക്ഷെ കാറിൽ ഇങ്ങനെ കുറച്ച് പോയപ്പോൾ ആൾക്ക് നല്ല ക്ഷീണമായി. ആൾ പതുക്കെ ഉറങ്ങി തുടങ്ങി. അങ്ങനെ കുതിരാൻ ടണലെല്ലാം കഴിഞ്ഞ് പാലക്കാട് കഴിഞ്ഞ് ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് കയറി. തമിഴ്നാട്ടിൽ എത്തിയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയത്. നമ്മൾ 6:15 ഇറങ്ങിയതാണല്ലോ. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഹൈവേയുടെ സൈഡിൽ തന്നെ 2-3 റെസ്റ്റോറൻറ്റുകൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരവണ ഭവൻ, ശ്രീ സായി ഭവൻ, അങ്ങനെ 2-3 റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നിൽ കയറിയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. മസാല ദോശ, നെയ് റോസ്റ്റ്, അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഒരു വെറൈറ്റി ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ഞാൻ ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഉണ്ണിയപ്പം പോലെ ഇരിക്കും, പക്ഷെ ഉണ്ണിയപ്പമല്ല, വേറൊരു ഐറ്റം, അതുപോലെ ഇരിക്കണ വേറൊരു ഐറ്റം. പക്ഷെ അതെനിക്ക് വലിയ ഇഷ്ടമായില്ല. ഒരു പുളിയൊക്കെ ആയിട്ട് ചമ്മന്തിയും ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഒപ്പം തരും, പക്ഷെ ഒരു ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഇഡ്ലി മാവൊക്കെ വെച്ച് പുളിക്കില്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത്, എനിക്ക് വലിയ ഇഷ്ടമായില്ല. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച്, മസാല ദോശയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങോട്ട് പോകും തോറും നല്ല മഴയായിരുന്നേ. അങ്ങനെ മഴയെല്ലാം കണ്ടു പോയി കോയമ്പത്തൂർ എത്തിയതറിഞ്ഞില്ല. അങ്ങനെ കോയമ്പത്തൂർ എത്തിയപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ ആ ടൈമിൽ. അങ്ങനെ കോയമ്പത്തൂരിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം വിട്ടുപോയത് ഓർത്തത്, ഗിഫ്റ്റ് വാങ്ങാൻ. നമ്മൾ മെയിനായിട്ട് പോണത് മാരേജിനാണല്ലോ, മാരേജിനുള്ള ഗിഫ്റ്റ് വാങ്ങാനായിട്ട് വിട്ടുപോയി. അങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഞങ്ങൾ കുറേ അലഞ്ഞു. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നേ. അന്ന് അത് കാരണം അധികം കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തമിഴ്നാട്ടുകാരായ കാരണം അവർക്ക് കൂടുതൽ പാത്രങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. അത് കാരണം ഞങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാമെന്ന് വെച്ചിട്ട് കുറേ കയറി ഇറങ്ങി, കുറേ ചെറിയ കടയിലൊക്കെ കയറി ഇറങ്ങി, ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ നമ്മുടെ സ്മാർട്ട് ബസാറിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾക്കൊന്നും ഇഷ്ടമായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഡിമാർട്ടിൽ കയറി. അവിടുത്തെ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഡിമാർട്ട് വലിയ ഹൈപ്പർ മാർക്കറ്റാണ്, അവിടെ കയറി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കയറി. ലാസ്റ്റ് അവിടെ നിന്നാണ് ഞങ്ങൾ ഒരു ഐറ്റം ഗിഫ്റ്റ് വാങ്ങിയത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്നിട്ടാണ് പെട്രോൾ അടിച്ചത്. ഇവിടെ 114, അവിടെ 108 അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി. ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് പോകുമ്പോഴേ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരവണഭവൻ്റെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂം വലിയ നല്ല റൂമൊന്നുമല്ല. ഞങ്ങൾ 12 മണിക്കാണ് അവിടെ എത്തിയത്. 12 മണി മുതൽ 3 മണി വരെയുള്ള ടൈമിന് 1500 വാങ്ങിയത് നോൺ AC റൂമിന്. അത് ശരിക്കും നഷ്ടമാണ്. എന്നാലും പിന്നെ ഞങ്ങൾ റൂമിലെത്തി ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ബാൽക്കണിയിൽ ഒരു കുരകനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ വാതിലൊക്കെ അടച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജോക്കൂട്ടിനൊക്കെ ആയിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കല്യാണം കൂടി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.